വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഫോൺ 9562 705 777 995 961 904. വണ്ടൂരിലെ ഭിന്നശേഷി ചെണ്ടമേള ബാൻഡ് നിലവിൽ വന്നതിനുശേഷം സംഘത്തിന് ആദ്യ വിഷു കൈനീട്ടം എന്നും ഓർത്തിരിക്കാനാവുന്നതാക്കി മാറ്റുകയാണ് വ്യാപാരിയായ കെ യൂസഫ്. ഇവർക്കാവശ്യമായ 2 ചെണ്ടകൾ വാങ്ങാനുള്ള പണം നൽകിയതിനു പുറമെ ആദ്യ പ്രകടനത്തിന് വേദിയൊരുക്കുകയും തുടർന്ന് ആദ്യത്തെ പ്രതിഫലവും യൂസഫ് തന്നെ നൽകി. Yasin. മാധ്യമവാർത്തയിലൂടെയാണ് ചെണ്ടമേള ബാൻഡിനെക്കുറിച്ച് യൂസഫ് അറിഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വണ്ടൂർ ആശ്രയ ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാർഷികാഘോഷത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത്. 9 അംഗ സംഘത്തെ ചാലിയാർ ഉണ്ണിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സൗജന്യമായി ചെണ്ടമേളം അഭ്യസിപ്പിച്ചത്. കൈക്ക് സ്വാധീനക്കുറവുള്ളവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത തസ്നിയുടെ പ്രകടനമാണ് ശ്രദ്ധേയം. അന്ന് 5 ചെണ്ടകൾ ആവശ്യമുള്ളിടത്ത് 3 എണ്ണം വണ്ടൂരിലെ വിവിധ സംഘടനകൾ മുൻകൈയെടുത്ത് വാങ്ങി നൽകി. ബാക്കി 2 എണ്ണം വാടകയ്ക്ക് എടുത്തായിരുന്നു കുട്ടികൾ അരങ്ങേറ്റം നടത്തിയത്. ഇക്കാര്യം വാർത്തകളിലൂടെ അറിഞ്ഞതോടെയാണ് വണ്ടൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയായ കെ യൂസഫ് വിഷുക്കാലത്ത് ഇവർക്ക് ചെണ്ടകൾ വാങ്ങി നൽകിയത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 110 കുട്ടികൾക്ക് ഏകീകൃതമായിട്ടുള്ള വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 5-നാണ് ഒരു ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റം വണ്ടൂരിൽ വെച്ചിട്ട് ആരംഭിച്ചത്. വളരെ വലിയ സ്വീകാര്യതയാണ് ഈ ഒരു കുട്ടികൾക്ക് ലഭിച്ചത്. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് നിലവിൽ ചെണ്ടയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. 3 ചെണ്ട വെച്ചിട്ടായിരുന്നു കുട്ടികളെ പ്രാക്ടീസ് ചെയ്തതും മറ്റൊക്കെ. കോളേജിൽ വാടകയ്ക്ക് എടുക്കുകയാണ്. ഭീമമായ തുക അതിന് വരുന്നതുകൊണ്ട് തൽക്കാലം വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ പ്രാക്ടീസും അതുപോലെ തന്നെ അരങ്ങേറ്റങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരം ആ അരങ്ങേറ്റ ദിവസം നമ്മൾ ദൃശ്യ പത്രമാധ്യമങ്ങളിലൊക്കെ നൽകിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വണ്ടൂരിലെ പ്രമുഖ വസ്ത്ര വ്യാപാര കേന്ദ്രമായ ലൈബ വെഡിങ് സെൻറ്റർ അവർ നമ്മുടെ സ്കൂളിനെ സമീപിക്കുകയും ഇതിലേക്ക് ഷോർട്ടേജുള്ള 2 ചെണ്ട ഏകദേശം 30,000 രൂപ വരുന്നുണ്ട്, വലിയ തുക വരുന്നുണ്ട്.
അത് അവർ നൽകാമെന്ന് ഏറ്റു. ഇത് നൽകുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. കൂടാതെ ഈ അരങ്ങേറ്റത്തിന് ശേഷം ഈ മാനേജ്മെൻറ്റിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. അവരുടെ ആദ്യ പ്രോഗ്രാം വണ്ടൂരിൽ വെച്ച് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചുള്ള ലൈവ് വെഡിങ് സെന്ററിൽ വെച്ചിട്ട് നടത്തണമെന്നുള്ള അതിയായ ആഗ്രഹം പൂർത്തീകരണം കൂടിയാണ് ഇവിടെ നടന്നത്. കൂടാതെ എല്ലാവരെയും മനസ്സ് നിറച്ചുകൊണ്ട് വിഷു കഴിഞ്ഞിട്ടോ എല്ലാം നൽകിയിട്ടാണ് അവരെ ഇവിടുന്ന് യാത്രയാക്കുന്നത്. കൂടാതെ ഇവർക്ക് പ്രകടനത്തിനായി തന്റെ വ്യാപാര സ്ഥാപനത്തിൽ ആദ്യ വേദിയൊരുക്കുകയും എല്ലാവർക്കും പ്രതിഫലം നൽകുകയും ചെയ്തു. അരങ്ങേറ്റം ഗംഭീരമായതോടെയാണ് ചെണ്ടമേളത്തിൽ ഒരു ബാൻഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റും സജീവമാകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.